നമ്മളൊക്കെ വലിയ നബി സ്നേഹികളാണ്, നമ്മളൊക്കെ വലിയ മീലാദുൻ നബിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് നാട്ടിലൂടെ നടക്കുന്നവരെ, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പറയൂ, എത്ര സ്വഹാബിമാരുടെ പേരറിയാം, എത്ര സ്വഹാബിമാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നബി തങ്ങളെ സ്നേഹിച്ച സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ജീവനേക്കാൾ സ്നേഹിച്ച ചരിത്രമുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണവർ. ശത്രുക്കൾ നിരന്തരമായി മുകളിൽ നിന്ന് അമ്പെയ്യാൻ തുടങ്ങുകയാണ്. അവർക്ക് വേണ്ടത് നബിതങ്ങളെയായിരുന്നു. പക്ഷേ തന്റെ സ്വന്തം ശരീരം കൊണ്ട് നബിതങ്ങളുടെ മേലേക്ക് തറക്കാനിരിക്കുന്ന ഓരോ അമ്പുകളും നെഞ്ചേറ്റു വേടിച്ചവരായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവാചകന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. ജീവൻ കൊടുക്കുകയാണ്. 70ഓളം അമ്പുകളാണ് പ്രിയപ്പെട്ടവരെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പച്ച ശരീരത്തിൽ കണ്ടത്. ആർക്കു വേണ്ടിയാ? തന്റെ നേതാവിന്റെ മേൽ രക്തം വീഴാൻ പാടില്ല. എന്നെക്കാൾ, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെക്കാൾ, എന്റെ മാതാപിതാക്കൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ട് പറയാണ്, ഒരു ദിവസം യുദ്ധമെല്ലാം കഴിഞ്ഞ് പിന്നീട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മൻ സറഹു അയൻളുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർള്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ ഷഹീദ് എന്ന് വിളിക്കാൻ അയാൾ യുദ്ധത്തിൽ മരിക്കണം. എന്നാൽ ഇതാ നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾക്കാർക്കെങ്കിലും നടന്നുകൊണ്ട് പോകുന്ന ഒരു ഷഹീദിനെ കാണാൻ മോഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, നോക്കിക്കോ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ നടന്നു പോകുന്ന ഒരു ഷഹീദാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് ശരിക്കും അവർ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചേർത്ത് വെക്കാം, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇതൊന്നും പഠിക്കാതെ നമ്മളൊക്കെ മുസ്ലിമാണ്, നമ്മളൊക്കെ ഇതിന്റെ വലിയ നേതാവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ഇതൊന്നും ഒരു മാസത്തിൽ, ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പറയേണ്ട ചരിത്രങ്ങളല്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരു കറുത്ത മനുഷ്യനായി, ഒരു കാലഘട്ടത്തിൽ ഒരു അടിമയായി കുത്തും മടിയും ചവിട്ടുമേറ്റ് ഒരു നീചമായ അവസ്ഥയിലേക്ക് കടന്നുപോയ വളരെ കരയേണ്ടുന്ന ചരിത്രമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാം. ഇസ്ലാമിലേക്ക് അങ്ങ് വരികയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്, അല്ലാഹു അഹദ് എന്ന് ധീരയോദ്ധാവായി പ്രഖ്യാപിക്കുകയാണ്. ശരീരത്തിലെമ്പാടും മുറിവുകൾ ഏൽക്കുമ്പോഴും ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കുമ്പോഴും ദീനിനെ വിട്ടൊഴിയാൻ തയ്യാറായില്ല, മതത്തിനെ മാറ്റാൻ തയ്യാറായില്ല, പ്രവാചകനെ ധിക്കരിക്കാൻ തയ്യാറായില്ല. ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചതാ ഇസ്ലാം സ്വീകരിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുഅദ്ദിനായി സുന്ദരമായ ബാങ്കുലി ശബ്ദം കൊണ്ട് ഇസ്ലാമിന് നേതൃത്വം കൊടുത്തു. ബാങ്ക് കൊണ്ട്, സുന്ദരമായ ശബ്ദം കൊണ്ടെന്ന് ഇസ്ലാമിന്